കോൺഗ്രസിനെ എപ്പോഴും അടിച്ചിരുന്ന ഒരു സ്വഭാവമാണ് ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും, മാധ്യമ പ്രവർത്തകർക്കുൾപ്പെടെ. എന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ വലിയൊരു ഒത്തൊരുമയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. മാത്രമല്ല KC വേണുഗോപാൽ ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു തുടങ്ങി, ചില അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങി എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. ഈ ചാഞ്ഞു കിടക്കുന്ന മരമാകുമ്പോഴേ ഓടിക്കയറാൻ എളുപ്പമാണ് അല്ലേ എന്ന് വേണേൽ പറയുമായിരിക്കും. കോൺഗ്രസ്സുകാരുടെ നെഞ്ചത്ത് ആർക്കും കയറാം, ഒരു കുഴപ്പമില്ല. ഇപ്പം ഇവിടെ 2026 വലിയ ലക്ഷ്യമിട്ടിരിക്കുകയാണ് UDF. പ്രതീക്ഷയും കൈവന്നിരിക്കുകയാണ്. LDF ക്യാമ്പുകളിൽ ഒരു മ്ലാനതയും ഉണ്ട്, പ്രത്യേകിച്ച് CPM-ന്. നിലമ്പൂരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ആവേശമാണ്. ഇനിയിപ്പോൾ അവരുടെ അണിയറ പ്രവർത്തനങ്ങളെല്ലാം വളരെ ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോവുകയാണ്. അതിനു മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും നേരിടണം. അതുകൊണ്ട് ഇനിയുള്ള സമയം ഒട്ടും പാഴാക്കാനില്ല എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഹൈക്കമാൻഡിൽ ഇരിക്കുന്ന ഒരാൾ KC വേണുഗോപാൽ ഹൈക്കമാൻഡാണ്. ഇദ്ദേഹത്തിന് അറിയാം 2024 കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നൊക്കെ ആഗ്രഹിച്ചു. 19 വലിയ മോഹമായി. 2024 നടക്കുമെന്ന് വിചാരിച്ചു. രാഹുൽ പ്രധാനമന്ത്രിയാകുന്നു, KC വേണുഗോപാൽ ഒരു കേന്ദ്രമന്ത്രിയാകുന്നു. രാഹുൽ ഗാന്ധിയുടെ അടുത്തിരിക്കുന്ന ആളാണ് KC വേണുഗോപാൽ. പക്ഷെ ആ സ്വപ്നമൊക്കെ പൊലിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ സ്വപ്നവും പൊലിഞ്ഞു, അതുപോലെ തന്നെ KC വേണുഗോപാലിൻ്റെ സ്വപ്നവും പൊലിഞ്ഞു. ഇനിയിപ്പോൾ ഒരു രക്ഷയുമില്ല. ഇനി അടുത്ത ഏതായാലും ഒരു 10-25 വർഷക്കാലത്തേക്ക് ഡൽഹിയിൽ അത്തരത്തിലുള്ള സ്വപ്നമൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട. ഉള്ള ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് KC ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. KC വേണുഗോപാലിന് നോർത്ത് ഇന്ത്യയിലൊക്കെ ചിലർക്കൊക്കെ ഭയമാണ്. കാരണം രാഹുൽ ഗാന്ധിയുമായിട്ട് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ കേരളത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി പാർട്ടിക്കുള്ളിലും മാധ്യമങ്ങളിലും ഒക്കെ തിളങ്ങി വന്ന പലരെയും KC വേണുഗോപാൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ K സുധാകരൻ്റെ അനാരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൻ്റെ പിന്നിൽ KC വേണുഗോപാൽ തന്നെ ഉണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടവരുടെ ഒരു ലിസ്റ്റ് അദ്ദേഹം തയ്യാറാക്കി വെച്ചിരുന്നു. ആ ലിസ്റ്റ് വളരെ ശക്തരായിട്ടുള്ളവരും ഒരു യുവനിരയുമാണ്. അത് കേന്ദ്രത്തിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് കളയാനായിട്ട് സാധിക്കാത്തതായതുകൊണ്ട്, അത് KC വേണുഗോപാലിനെതിരായിട്ട് മാറുന്നതുമായതുകൊണ്ട് KC വേണുഗോപാൽ എവിടെ വെട്ടി? സുധാകരനെ തന്നെ അങ്ങ് വെട്ടി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നമുക്കറിയാം ഇതിനിടയ്ക്ക് ശശി തരൂരൊക്കെ വരികയുണ്ടായി. തരൂരിന് ചില ക്രൈസ്തവ സംഘടനകളും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കളും പാണക്കാട് കുടുംബവും ഒക്കെ അങ്ങ് വാഴ്ത്തുകയും ചെയ്തു. അതിനോടൊപ്പം പെരുന്നയിലെ പോപ്പും വിശ്വപൗരനായിട്ടും ഡൽഹി നായരായിട്ടും ഒക്കെ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ തരൂരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചു. പക്ഷെ തരൂരിപ്പോൾ ആ മോഹമെല്ലാം കളയുകയും തരൂരിന് അതൊക്കെ വളരെ നിസ്സാരപ്പെട്ടതായിട്ട് മാറുകയും ചെയ്തു. തരൂര് ഈ ആകാശം ആർക്കും ഉള്ളതാണ്. ആ ആകാശത്ത് ഇങ്ങനെ പാറി പറന്ന് നടക്കുകയാണ്. ബഹിരാകാശത്തേക്ക് പലരും പോയി, പക്ഷെ തരൂരിന് ബഹിരാകാശത്തേക്ക് പോകാൻ കഴിയുന്നില്ല. കഴിയുമെങ്കിൽ ബഹിരാകാശത്തേക്കും പോകാൻ തരൂര് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ തരൂരിൻ്റെ ലോകം എന്ന് പറയുന്നത് ഈ കൊച്ചു കേരളമല്ല. ഈ കൊച്ചു കേരളത്തിലെ ചില കാര്യങ്ങളെന്ന് പറയാൻ ഈ രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും ഇട്ട് അടിപ്പിക്കുക എന്നുള്ള ജോലിയാണ് ഇപ്പോൾ KC വേണുഗോപാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരെയും കളത്തിലിറങ്ങി കളിപ്പിക്കുക, ഈ ജോലി ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള തന്ത്രമാണ് ഇനിയിപ്പോൾ KC വേണുഗോപാൽ ചെയ്യാൻ പോകുന്നത്. ഇവർ രണ്ടുപേരും കൂടെ അടിയുണ്ടായി അവസാനം കേന്ദ്രത്തിൽ നിന്ന് KC വേണുഗോപാൽ എന്ന് പറയുന്ന മഹാനെ ഇങ്ങോട്ടേക്ക് കെട്ടിയിറക്കും. ആര്? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചിരിക്കുന്ന ആളാണ്. രാഹുൽ ഗാന്ധിയോടൊപ്പം ഇവിടുന്ന് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ ഭാരത് ജോഡോ യാത്ര നടത്തിയില്ലേ?
മറ്റേ കടപ്പണ്ടമൊക്കെ തിന്നുകൊണ്ട് ഓടിപ്പോയില്ലേ. അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനി തന്നെയാണ് KC വേണുഗോപാൽ. അപ്പോൾ KC വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിലേക്കാണ് നോട്ടം ഇട്ടിരിക്കുന്നത്. അത് ഇവരെ രണ്ടുപേരാണ് ഇപ്പോൾ കളത്തിൽ നിൽക്കുന്നത്. അവരെ ഏത് തരത്തിൽ അടുപ്പിച്ച് ഇതിനിടയിൽ കൂടെ കാര്യം നേടുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിൻ്റെ അത്തരത്തിലുള്ള ഒരു ലിസ്റ്റായിരിക്കും KC വേണുഗോപാൽ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതായത് പിന്നെ സീറ്റ് വിഭജന കാര്യത്തിലും ഒക്കെ തന്നെ. ഇപ്പോൾ ലീഗായിരിക്കും ഇതിനകത്ത് മറ്റും ചില ഒരു പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഘടകകക്ഷി. ലീഗിന് കോൺഗ്രസിനകത്ത് വലിയ സ്വാധീനമുണ്ട്. അതുപോലെ MP-മാരും മത്സരിക്കണ്ട എന്നും പറയുന്നുണ്ട്. MP-മാർ മത്സരിക്കണ്ട എന്ന് പറയുന്നത് അടൂർ പ്രകാശിനെ ഉദ്ദേശിച്ച് തന്നെയാണ്. MP-മാര് നിയമസഭാ സീറ്റിൽ മത്സരിക്കണ്ട എന്ന്. അടൂർ പ്രകാശ് കോന്നിയിലെ നല്ലൊരു നിയമസഭാ സാമാജികനായി. ആ മണ്ഡലത്തിനകത്ത് നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കോന്നിക്കാർക്ക് വിടാൻ മടിയായിരുന്നു. പിന്നെ ഇദ്ദേഹം ആറ്റിങ്ങൽ കൊണ്ടുവന്ന് നിർത്തി 19. ഇദ്ദേഹം മനസ്സോടാണ് വന്നത്. പാർട്ടി പറഞ്ഞ അനുസരിക്കട്ടെ. ജയിച്ചു പോയി. 2019 ആ ഒരു തരംഗത്തിൽ അങ്ങ് ജയിച്ചു പോയി. അന്ന് പലരും പറഞ്ഞ എന്താണ്, കേന്ദ്രത്തിൽ പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരും, അന്നേരം മന്ത്രി വരെ സഹമന്ത്രിയെങ്കിലും ആകാമെന്നുള്ള രീതിയിൽ അങ്ങ് കൊണ്ടുപോയി ഇരുത്തിയതാണ്. നമുക്കറിയാം അന്ന് ഇവിടുന്ന് കുഞ്ഞാലിക്കുട്ടി പോയതാണ്. പിന്നെ ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവ് എന്നുള്ള രീതിയിൽ. പിന്നെ രാഹുൽ ഗാന്ധി വന്നാൽ കേന്ദ്രത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു മന്ത്രിയാകാമെന്ന് പറഞ്ഞ് പണ്ട് അഹമ്മദ് മന്ത്രിയായിരുന്നു. അതുപോലെ പോയതാണ്. പോയ അതേ വണ്ടിക്ക് തന്നെ തിരിച്ചും വന്നു കുഞ്ഞാലിക്കുട്ടി. ഇവിടെ വന്നിട്ട് പിന്നെ MP സ്ഥാനമൊക്കെ അങ്ങ് രാജിവെച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പിന്നീട് പിന്നെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് ഇങ്ങ് പോരുകയും ചെയ്തു എന്നുള്ളതാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് മനസ്സിലായി ഇനി കേന്ദ്രത്തിൽ അങ്ങനെ അധികം നോട്ടമിടണ്ട, അത് വെറുതെ ആകും എന്ന് നന്നായിട്ടറിയാം. അപ്പം ഈ പിന്നെ അടൂർ പ്രകാശിനെയൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. 2024 അടൂർ പ്രകാശിന് മത്സരിക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അടൂർ പ്രകാശിൻ്റെ ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലം അങ്ങ് സ്വന്തമാക്കും. ആ മണ്ഡലത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യും. 2024 തോക്കട്ടെ എന്ന് വിചാരിച്ച് തന്നെ പാർട്ടി പറഞ്ഞ അനുസരിച്ച് അവിടെ നിന്നു. വോട്ടർമാർ വിടുമോ? ജയിപ്പിച്ചേ വിട്ടുള്ളൂ. അതാണ് അവിടെ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ്. മുരളീധരനും പിന്നെ ജോയിയും CPM-ന്റെ VS ജോയിയും ആയിട്ടുള്ള മത്സരമാണ് നടന്നത്. അവിടെ വീണ്ടും ജയിച്ചു. അടൂർ പ്രകാശിനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം. അടൂർ പ്രകാശിനെ ഇപ്പൊ UDF-ന്റെ കൺവീനർ കൂടാക്കി വെച്ചിരിക്കുകയാണ്. UDF-ന്റെ കൺവീനറാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അടൂർ പ്രകാശിന് വലിയ അലങ്കാരമൊന്നുമല്ല. അടൂർ പ്രകാശിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനം എന്തായാലും ഉറപ്പാണ്. മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിലരെയൊക്കെ ഒതുക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് കേന്ദ്ര ഹൈക്കമാൻഡിന്റെ രീതി അനുസരിച്ചുള്ള കളി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ KC വേണുഗോപാലിന്റെ കളി പിന്നെ അതിശക്തമായിട്ട് മുമ്പോട്ട് പോകും ഇനി അങ്ങോട്ട്. ഇവിടെ ചെന്നിത്തലയും VD സതീശനും ഒക്കെ സ്വപ്നം കണ്ടിരിക്കുകയാണ്. ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇനി എന്നാ ആകുന്നത്? അല്ലെങ്കിൽ അവസാനം അദ്ദേഹത്തിൻ്റെ വഴി നോക്കും. എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്യും രമേശ് ചെന്നിത്തല ചിലപ്പോൾ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം വയസ്സ് 10-70 ആകുകയാണ്. പിന്നെ ഇനി 2031 ഇനി കോൺഗ്രസ് ഇവിടെ ഉണ്ടാകുമോ? പിന്നെ CPM ഇവിടെ ഉണ്ടാകുമോ? അപ്പോൾ ഉള്ള പാർട്ടി ഏതായിരിക്കും? അതിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും KC കളി തുടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.